കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛന്റെ 21ാം ചരമവാർഷികം ബിജെപിയും കോൺഗ്രസും ആചരിക്കുന്നു. മുൻ കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. 9:30 ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ചരമവാർഷിക ദിനം ആചരിക്കും. ബിജെപിയും ആർ.എസ്.എസും ഇപ്പോൾ നടത്തുന്നത് ചെയ്തുപോയ തെറ്റിന്റെ പ്രായശ്ചിത്തമാണെന്ന് വി.എം. സുധീരൻ പറഞ്ഞു. അഖിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഖിൽ, കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛന്റെ 21ാം ചരമവാർഷികമാണ് നടക്കുന്നത്. അതാണ് മത്സരിച്ച് കോൺഗ്രസും ബിജെപിയും ആചരിക്കുന്നത്. മുൻ കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയിരുന്നു. അതേസമയം ബിജെപിയും ഇന്ന് ഈ വാർഷികം ആഘോഷിക്കാനും ആചരിക്കാനുമുള്ള പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ 9:30 ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ചരമവാർഷിക ദിനം ആചരിക്കും. ഇതിനെ കോൺഗ്രസ് നിശിതമായി തന്നെ വിമർശിക്കുന്നുണ്ട്. കാരണം ബിജെപിയും ആർ.എസ്.എസും ഒക്കെ ഇപ്പോൾ നടത്തുന്നത് ചെയ്തുപോയ തെറ്റിനുള്ള പ്രായശ്ചിത്തമാണെന്നാണ് വി.എം. സുധീരൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അല്ല, വി.ആർ. എന്നും കോൺഗ്രസിന്റെ ഭാഗമാണ്. വി.ആറിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു കോൺഗ്രസ് പ്രസ്ഥാനമില്ലല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്നും കോൺഗ്രസിന്റെ ഭാഗമാണ്. ഇപ്പോൾ നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്. നമ്മുടെ നാടിൻ്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ആത്മാർത്ഥമായി കൃത്യമായി പ്രവർത്തിച്ച മഹാനാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയം. ഇപ്പോഴത്തെ സാഹചര്യം വേദനിപ്പിക്കുന്നു. ഈ സാഹചര്യമല്ല, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വില കുറഞ്ഞൊരു വശമാണ് ഇവിടെ കാണുന്നത്. വി.ആർ. കൃഷ്ണൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് ചിലർക്ക് തിരിച്ചറിയാൻ വൈകിപ്പോയി. നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആർ.എസ്.എസിനോ അതോടൊപ്പം ഉണ്ടായിരുന്ന ഹിന്ദു മഹാസഭയ്ക്കോ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി കാര്യമായി ബന്ധമില്ല. അഖിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഖിൽ, മൺമറഞ്ഞുപോയ പ്രമുഖരായ സ്വാതന്ത്ര്യ സമര സേനാനികളെയും നേതാക്കളെയും ഒക്കെ അവരെ ഏറ്റെടുക്കാനുള്ള ഒരു തിരക്ക് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛന്റെ ഒരു വാർഷികാഘോഷങ്ങൾ നടത്താൻ ഇരു പാർട്ടികളും മത്സരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ജിൽസി, ഈ രണ്ട് പാർട്ടികളുടെയും, അതായത് ഈ കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും അനുസ്മരണങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് കെ കരുണാകരന് പിന്നാലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവായ വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛന്റെ വീടും ഇപ്പോൾ ബി.ജെ.പി അവരുടെ കേന്ദ്രമാക്കി മാറ്റുന്നു എന്നുള്ളത് തന്നെ നമുക്കറിയാം. കെ കരുണാകരന്റെ മകൾ ബി.ജെ.പിയിലേക്ക് പോവുകയും പിന്നീട് ആ വീടിന്റെ നിയന്ത്രണം ബി.ജെ.പിയുടെ കയ്യിലേക്ക് മാറുന്നതൊക്കെ കണ്ടതാണ്. അതേ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ വീട്ടിലേക്ക് എത്തുമ്പോഴും കാണാൻ സാധിക്കുന്നത്. ഈ വീട്ടിൽ പൂർണ്ണമായും ഈ ബി.ജെ.പിയുടെ കൊടികളും അതുപോലെ തന്നെ തോരണങ്ങളും ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നു. അതിന് നടുവിലൂടെയാണ് വി.എം. സുധീരൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുകയും കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി മടങ്ങുകയും ചെയ്തത് എന്നുള്ളത് തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ മകനാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. മകൻ ബി.ജെ.പിയിലേക്കും മകൻ കുടുംബം അടക്കം ബി.ജെ.പിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത് ബി.ജെ.പിയുടെ കയ്യിൽ വശമുള്ള ഒരു സ്ഥലമായി മാറി. അവിടെയാണ് ഇന്ന് 9:30 ഇത്തരത്തിൽ അനുസ്മരണ യോഗം നടത്തുന്നത്. വീട്ടിന്റെ മുറ്റത്ത് തന്നെയാണ് അനുസ്മരണ യോഗം നടത്തുന്നത്. അതിലെത്തുന്നത് ശോഭാ സുരേന്ദ്രനാണ് എന്നുള്ളതാണ്. ഇതിനെന്തായാലും നിശ്ചിതമായി തന്നെയാണ് വി.എം. സുധീരനെ വിമർശിക്കുന്നത്. അതായത് അന്നൊന്നും പണ്ട് കാലത്തൊന്നും ഇവർക്ക് സ്വാതന്ത്ര്യ സേനാനികളാണെന്ന് തോന്നിയില്ല, ഇപ്പോൾ വൈകി വന്ന വിവേകം പോലെയാണ് എന്നാണ് വി.എം. സുധീരൻ പറയുന്നത്. അതായത് ഈ ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തമായി ബി.ജെ.പി നടക്കുന്നു എന്നുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു പരിഹാസമാണ് വി.എം. സുധീരൻ എന്തായാലും മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും വി.എം. സുധീരൻ രാവിലെ 8 മണിയോടുകൂടി തന്നെ ഇവിടെ എത്തി കല്ലറ പുഷ്പാർച്ചന നടത്തി മടങ്ങി. 9:30 ശോഭാ സുരേന്ദ്രൻ എത്തുകയും കല്ലറ പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും തൃശ്ശൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മൺമറഞ്ഞു പോയവരുടെയൊക്കെ ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ അവരെയൊക്കെ തന്നെ അനുസ്മരിച്ച് അവരെയൊക്കെ തന്നെ ബി.ജെ.പിയുടെ ഭാഗമാണ് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ എന്തായാലും ബി.ജെ.പിയുടെ ഭാഗത്തും ഉണ്ടാകുന്നു. അതിന്റെ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. ജിൽസി, ശരി, അഖിലാണ് വിവരങ്ങൾ നൽകിയത്.